ടെന്നേജായി സി എഫ് എം ആയി അല്ലേ. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ടെന്നേജും സി എഫ് എം കഴിഞ്ഞാൽ അടുത്തത് സ്റ്റാറ്റിക് പ്രഷർ കാൽക്കുലേഷൻ അല്ലേ. എസ് പിയിൽ രണ്ടെണ്ണം ഉണ്ട്. ആരൊക്കെ? ഇ എസ് പിയും ഐ എസ് പിയും. എന്താ വ്യത്യാസം? ഇ എസ് പി എന്ന് പറഞ്ഞാണ് എക്സ്റ്റേണൽ സ്റ്റാറ്റിക് പ്രഷർ. എക്സ്റ്റേണൽ എന്ന് പറയാൻ കാര്യം മെഷീൻ മുതൽ ആ മെഷീൻ സ്പേസിലോട്ട് സപ്ലൈ ചെയ്യുന്ന കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ഫിറ്റിങ്സും അതിൻ്റെ അക്സസറീസും എല്ലാം കൂടി കൂടിയിട്ടുള്ള ലോസസ്. മനസ്സിലായോ? ആ ലോസസ് നമുക്ക് ഇ എസ് പി എന്ന് പറയുമ്പോൾ ഡക്റ്റിൻ്റെ മെഷീൻ്റെ കപ്പാസിറ്റി കാൽക്കുലേഷന് ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ മെഷീനിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന ലോസസ് സ്റ്റാറ്റിക് പ്രഷർ ലോസസ്. ഇനി മെഷീൻ്റെ ഉള്ളിലുള്ള ലോസസ് എന്താണ്? ഐ എസ് പി. അതെന്തൊക്കെയാണ് വരാം? ഫിൽറ്ററിൻ്റെ ലോസസ് വരാം അല്ലേ. അതുപോലെ മോട്ടറിൻ്റെ എഫിഷ്യൻസി വരാം. അതിൻ്റെ ഉള്ളിൽ ഫാനിൻ്റെ മോട്ടറില്ലേ അതിൻ്റെ എഫിഷ്യൻസി വരാം. അതിൻ്റെ ഷേപ്പിൽ വരുന്ന റിഡക്ഷൻസ്, അതിൽ വരുന്ന കോൺട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരാം. അപ്പോൾ ഐ എസ് പി എന്ന് പറയുന്നത് ഒരു എച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിരിക്കും. എന്താ കാര്യം? അതിൽ ഹ്യൂമിഡിഫയർ ഉണ്ട്, പ്രീ ഹീറ്റർ ഉണ്ട്, റീഹീറ്റർ ഉണ്ട്, കൂളിംഗ് കോയിൽ ഉണ്ട്, പിന്നെ ഫാന് 2-3 ടൈപ്പ് ഉണ്ട്, ഫിൽറ്റർ പല പല ടൈപ്പ് ഉണ്ട്, 6-7 ടൈപ്പ് ഉണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ ഫിൽട്രേഷൻ വരുന്ന സ്ഥലങ്ങളാകുമ്പോൾ ഹെപ്പ ഫിൽറ്റർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ കാട്രിഡ്ജ് ടൈപ്പ് പാനൽ ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കും അല്ല. അപ്പോൾ ഈ ഐ എസ് പി ഇ എസ് പി ഉണ്ട്. നമ്മളിവിടെ പഠിക്കണം എന്താണ്? ഇ എസ് പി മാത്രം. ഐ എസ് പി ഓരോ മെഷീൻസിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ ഡയറക്റ്റ് കിട്ടും. അപ്പോൾ അത് പ്രശ്നമില്ല. ഇ എസ് പി കാൽക്കുലേഷനിൽ നമുക്ക് സ്ട്രെയിറ്റ് ഡക്റ്റിൻ്റെ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? 0.02268 ഇൻറ്റു ക്യൂ റേസ് ടു സംതിങ് എൽ റേസ് ടു സംതിങ് ഡിവൈഡഡ് ബൈ ഡി റേസ് ടു സംതിങ്. അപ്പോൾ ഇത് ഫ്രിക്ഷൻ ലോസ് ആണ്. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എത്ര? 1. നോട്ട് നോക്കിയിട്ട് പറ. 1.852. ഡീൻ്റെ 0.2 ഓക്കെ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഡക്റ്റിൻ്റെ ലോസ് ആണ് അല്ലേ. ഈ സ്ട്രെയിറ്റ് ഡക്റ്റിൻ്റെ ലോസിൽ നമുക്ക് ലെങ്ത്ത് ഓൾറെഡി യൂണിറ്റ് ആയിട്ടാണ് ചെയ്യുക, ക്യൂ ഓൾറെഡി ഫ്ലോ ആണ്, ഡി ഡയമീറ്റർ ആണ് അല്ലേ. ഈ ഇക്വേഷൻ കൂടാതെ വേറെ ഇക്വേഷൻ കൂടി ഉണ്ട്, ക്യൂ ഇസിക്കൽ ടു എ വി അല്ലേ. ഇത് കൂടാതെ അടുത്തൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്? പി വി ഡി, പ്രഷർ ഡ്രോപ്പ് ഡക്റ്റ് എ അല്ലേ. അപ്പോൾ വി ബൈ 4.04 ഓൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇ എസ് പിൻ്റെ മെത്തേഡ് ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൽ ഈ സ്റ്റെപ്പ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ബാക്കി 3 മെത്തേഡിലോട്ട് പോവുക. അപ്പോൾ ആദ്യത്തെ മെത്തേഡിന് നമ്മൾ പറയുന്ന പേര് ഈക്വൽ ഫ്രിക്ഷൻ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിക് റീഗെയിന്. മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് വെലോസിറ്റി റിഡക്ഷൻ ഉണ്ട്, അത് ലീസ്റ്റ് യൂസ്ഡ് ആണ്, അതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ നമുക്ക് ആഷറിൻ്റെ ചാർട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ക്യൂ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടണം ഒരു ഫ്ലോന് അല്ലേ. അപ്പോൾ നമുക്ക് ക്യൂ ഓൾറെഡി എങ്ങനെ കണ്ടുപിടിക്കുക? ഓരോ ഡിഫ്യൂസറിൻ്റെ ടോട്ടൽ സി എഫ് എം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ മെഷീൻ്റെ സി എഫ് എം കിട്ടും. അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റ് ക്യൂ അല്ലേ. ഇനി വി എന്ന് പറയുന്ന സാധനം ഓൾറെഡി നമുക്ക് റെക്കമെൻഡഡ് എയർ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. എവിടുന്ന കിട്ടുക? ആഷറിൻ്റെ ലിസ്റ്റിൽ റെക്കമെൻഡഡ് മാക്സിമം വെലോസിറ്റി ഉണ്ട്, അതിൽ മാക്സിമം ഉണ്ട്, റെക്കമെൻഡഡ് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ മിനിമം അതിൽ 3.1 മാക്സിമം അതിൽ 12.1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് എവിടുന്ന് കിട്ടും? ഗൂഗിളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇസ്രേൻ്റെ ആഷറിൻ്റെ ചാർട്ടിൽ നിന്ന് കിട്ടും. പ്ലസ് അതിനോടുകൂടി എഫ് പി എമ്മിൻ്റെ ചാർട്ട് ഓൾറെഡി അവൈലബിൾ ആണ്, എഫ് പി എമ്മും അവൈലബിൾ ആണ്, മീറ്റർ പെർ സെക്കൻഡും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ വി കിട്ടി, ക്യൂവും കിട്ടി. ഇതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കാം? എ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ എന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡയമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ ക്യൂ ഡയമീറ്റർ എൽ 1 ആയിട്ട് എടുക്കാം, യൂണിഫോം ആക്കുക അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടി? ഫ്രിക്ഷൻ കിട്ടി. ഈ ഫ്രിക്ഷൻ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് 1 ക്യൂ ഇസിക്കൽ ടു എ വി എടുക്കുക, അതിൽ വെലോസിറ്റി റെക്കമെൻഡഡ് ചാർട്ട് എന്ന് കിട്ടും. അത് ഓൾമോസ്റ്റ് 3.3 മീറ്റർ പെർ സെക്കൻഡ് മുതൽ 12.1 വരെ വരാം. എഫ് പി എമ്മിൽ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇഞ്ചസിൽ അല്ലെങ്കിൽ ഫീറ്റിൽ കിട്ടും. അപ്പോൾ ഇവിടെ വി കിട്ടി, ക്യൂ കിട്ടി, അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിച്ചിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കുക, ഡയമീറ്ററും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇത് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് സ്ട്രെയിറ്റ് ഡക്റ്റിൻ്റെ ലോസ് ആണ് അല്ലേ. ഇത് പെർ മീറ്റർ ഇത്ര ലോസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി
ഒരു വാല്യൂ ഉണ്ട് 0.05 to 0.1 ഹെഡ് ലോസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ, ഓർമ്മല്ലേ? അത് സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഹെഡ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹെഡ് ലോസിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ സ്ട്രെയിറ്റ് ഡക്റ്റിൻ്റെ ലോസ് ഉണ്ടാവും അല്ലേ. എത്ര മീറ്റർ ഡക്റ്റ് ഉണ്ടോ അതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം ലോസ് കിട്ടും. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ ആരില്ല, വെലോസിറ്റി ഇല്ല. കാര്യം വെലോസിറ്റി നമുക്ക് മെയിൻ ഡക്റ്റിലും ബ്രാഞ്ച് ഡക്റ്റിലും തന്നിട്ടുള്ളൂ, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഡക്റ്റിൽ കറക്റ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ കാൽക്കുലേഷൻ്റെ പ്രൊസീജിയറേ നടക്കില്ല അല്ലേ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് ഈ വെലോസിറ്റിനെ ഒന്ന് ഫിക്സ് ചെയ്യുക, പക്ഷെ അത് നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ഫിക്സ് ചെയ്യുക, ഫ്രിക്ഷൻ ഫിക്സ് ചെയ്യുക. ഫ്രിക്ഷൻ ഫിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മെത്തേഡിന് എന്ത് പറയുന്നത്, ഈക്വൽ ഫ്രിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ ഫ്രിക്ഷൻ മെത്തേഡിൽ ഫ്രിക്ഷൻ കണ്ടു, ഫ്രിക്ഷൻ കണ്ടിട്ട് പിന്നെ തിരിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഡയമീറ്റർ കണ്ടിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഫ്ലോ ഓൾറെഡി നമുക്ക് എല്ലാ പാർട്ടിലും ഫ്ലോ കിട്ടും, ഫ്ലോക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഫ്ലോവും കിട്ടും, ഏരിയ കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഏരിയ കിട്ടി, വെലോസിറ്റിയുടെ. അപ്പോൾ വെലോസിറ്റിന്ന് വീണ്ടും എന്ത് കണ്ടുപിടിക്കുക, ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡക്റ്റ് ഫസ്റ്റ് ഡക്റ്റിൻ്റെ എന്തൊക്കെ കിട്ടി, ക്യൂ കിട്ടി, വി കിട്ടി, കാര്യങ്ങൾ കിട്ടി. ഇപ്പോൾ HVAC വർക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഡക്റ്റ്, ഒരു മെഷീനിൽ നിന്ന് ഒരു ഡക്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഡക്റ്റ് പാസ് ചെയ്യുമ്പോൾ നല്ല കമ്പനികൾ അല്ലെങ്കിൽ നല്ല പ്രൊജക്റ്റുകളോ കൺസൾട്ടൻറ്റോ ആണെങ്കിൽ ഓരോ ഡക്റ്റിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കും. അപ്പോൾ ഈ ഡക്റ്റിൽ ക്യൂ എത്ര പോകുന്നുണ്ട് എഴുതി വെക്കും, വി എത്ര പോകുന്നുണ്ട്, ഡയമീറ്റർ എത്ര ഉണ്ട്, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആണെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ ഹൈറ്റും എത്ര കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എഴുതി. ഇനി ഇതിലെ പെർ മീറ്ററിൽ എത്ര ഫ്രിക്ഷനാണ് വരുന്നത് അല്ലേ, അപ്പോൾ അത് എഴുതി വെച്ച്. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണോ ആ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെലോസിറ്റിൻ്റെ PV പ്രഷർ ഡ്രോപ്പ് അല്ലെങ്കിൽ വെലോസിറ്റി പ്രഷർ അത് എഴുതി വെക്കാം അല്ലേ. ഇതിൻ്റെ സൈസ് ഇവിടെ എഴുതി വെക്കാം, പല രീതിയിലും എഴുതി വെക്കുക. അതിൻ്റെ ലെങ്ത്ത് എഴുതി വെക്കാം, മനസ്സിലായി. ഇനി ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അത് എഴുതി വെക്കുക, അതിൻ്റെ ഗേജും എഴുതി വെക്കുക. അപ്പോൾ ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെറ്റീരിയൽ നമുക്ക് ഓൾറെഡി ഞാൻ ഗേജസ് എഴുതിയിട്ട് 22 ഗേജ് ആണോ 20 ഗേജ് ആണോ 18 ഗേജ് ആണോ എന്നുള്ള അവിടെ എഴുതിയേക്കാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മില്ലിമീറ്റർ ഉണ്ടാവും. അത് പലപ്പോഴും ഇൻ്റർവ്യൂ ക്വസ്റ്റിന് ചോദിക്കണം. ഗേജസ് എന്താണെന്നും ആ ഗേജസിൻ്റെ ഡയറക്റ്റ് വാല്യൂസും. ആ ഗേജസ് എഴുതി വെച്ചിട്ടുണ്ടോ നേരത്തെ? ഗേജസ് എഴുതിയിട്ടുണ്ടോ? ഇവിടെ വേറെ ബുക്കിലുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മളിവിടെ എഴുതി വെക്കും, ഓരോ ഡക്റ്റിൻ്റെ സൈഡിൽ എഴുതി വെക്കും. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള പരിപാടികൾ എന്താ? ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഡക്റ്റിലെ എല്ലാ ലോസസും കിട്ടും അല്ലേ. ഫസ്റ്റ് കിട്ടി, പിന്നെ അതിനെ ഈക്വൽ ആക്കി വെച്ചു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒരേ സാധനം. ഇനി ഇതിൽ നിന്ന് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ PV കിട്ടും, വെലോസിറ്റി പ്രഷർ ഡ്രോപ്പ്. ഓക്കെ. അപ്പോൾ ഏകദേശം സ്ട്രെയിറ്റ് ഡക്റ്റിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് ഡൈനാമിക് ലോസ് കിട്ടണം. ഡൈനാമിക് ലോസിന് എപ്പോഴും ഒരു എക്സാമ്പിൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, ബലൂൺ ഉറപ്പിക്കുക അല്ലേ. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് പ്രഷർ ഉണ്ട്, അതിന് മൂവ്മെൻ്റ് ഇല്ല. മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് സ്റ്റാറ്റിക്കാണ്. സ്റ്റാറ്റിക്ക് എപ്പോഴാണ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിൽ പ്രഷർ ഡ്രോപ്പ് വെലോസിറ്റി പ്രഷർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് നമ്മളെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും പറഞ്ഞ അതേ സെയിം പ്രിൻസിപ്പിൾ, മനസ്സിലായി. മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ കൈനറ്റിക്, മനസ്സിലായി. ആ സെയിം പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ ഇനി അടുത്തത് നോക്കാനുള്ളത് ഇതിൽ വരുന്ന ഷേപ്പ് ചേഞ്ച് എന്താണ്, ഫിറ്റിങ്സ് എന്താണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് എന്താണ്. ഇതിലൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, വെലോസിറ്റി പ്രഷർ വരും. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് വെലോസിറ്റി പ്രഷറാണ് ആഡ് ചെയ്യാറ്. വെലോസിറ്റി പ്രഷർ ആണെങ്കിൽ എൽബോസിലും ടീസിൽ വരാം, ടീൻ്റെ വാല്യൂസ് തരാം. പിന്നെ വേറെ എന്താണ്, റെഡ്യൂസേഴ്സ്, എൽബോസ്, പിന്നെ അതർ ഫിറ്റിങ്സ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ട്, ലോസസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു ഇക്വേഷൻ ഉണ്ട്, റെഡ്യൂസറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. 1 - R ഇൻറ്റു എന്താണ്, 1 - R ഇൻറ്റു ഫസ്റ്റ് ഡക്റ്റിൻ്റെ പ്രഷർ ഡ്രോപ്പ് ഞാൻ ഫസ്റ്റ് എന്ന് എഴുതാം, മൈനസ് സെക്കൻഡ് ഡക്റ്റിൻ്റെ പ്രഷർ ഡ്രോപ്പ് അല്ലേ. അപ്പോൾ നമുക്കിതിൽ എന്ത് കിട്ടും, റെഡ്യൂസറിൻ്റെ ലോസസ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഏതിൻ്റെ കൂടെ, നേരത്തെ കണ്ടുപിടിച്ച സ്ട്രെയിറ്റ് ഡക്റ്റിൻ്റെ കൂടെ.
ഇത് കൂടാതെ എൽബോസ് വരും. എൽബോസിൽ ഓൾറെഡി ഇക്വേഷൻ ഉള്ളത്, ഏത് ഡക്റ്റിലാണോ എൽബോ ഉള്ളത് ആ ഡക്റ്റിൻ്റെ വെലോസിറ്റി പ്രഷർ ഇൻറ്റു കെ ഫാക്ടർ. കെ ഫാക്ടർ നമുക്ക് ഓൾറെഡി ചാർട്ട് കിട്ടും. ആ ചാർട്ടിൽ നിന്ന് 0.22, 0.4, 0.3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അസസറീസ് വരുന്നുണ്ട്. അസസറീസ് വരികയാണെങ്കിൽ VAV ബോക്സ്, VCD, FD പോലുള്ള സാധനങ്ങളൊക്കെ വരും അല്ലേ? അത് വരുമ്പോൾ അതിൻ്റെയും ലോസ് ഉണ്ട്. അത് നമുക്ക് ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ് വാല്യൂ കിട്ടും. അതിന് ഫോർമുലാസ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളെ പിന്നെ പല ഡിഫ്യൂസറിൻ്റെ 21 എക്യുപ്മെൻറ്റ്സിൻ്റെ കാറ്റലോഗ്സ് ഉണ്ട്. അതിൽ ഓരോ ചാർട്ട് ഉണ്ട്. ആ ചാർട്ടിൽ നിന്ന് എത്ര ഫ്ലോ ആണുള്ളത് അതിന് കറസ്പോണ്ടിങ് പ്രഷർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ പിന്നെ ഇതിനു മുമ്പ് മിഥുനോട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഒരു വെയർ ഹൗസ്, ആ വെയർ ഹൗസിൽ ഒരു വലിയൊരു AC